ആവശ്യമില്ലാത്ത എല്ലാം ചെയ്യാൻ സമയമുണ്ട്. പാറുവിന്റെ ഒരു മിഠായി കട പണിഞ്ഞു തരാൻ പറഞ്ഞ് അതും ചെയ്യത്തില്ല. പാറു, ഞങ്ങൾ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലയോ? ശല്യപ്പെടുത്താതെ പോയേ. മാറ് ഇങ്ങോട്ട് മാറ്. ഇതേ ഒരു അനാവശ്യ ജോലിയാണ്. പിന്നെ ഇരിക്കാൻ പ്രത്യേക ഷെഡ്. செஞ்சு முடிக்கும் போது பாத்துக்கோ எப்படி இருக்குன்னு. ഒന്നും പാക്കാനില്ല. ഒരു കാറ്റ് വീഴുമ്പോഴോ അല്ലെങ്കിൽ മാവിന്നൊരു കൊമ്പ് വീഴുമ്പോഴോ ഇതങ്ങ് ഇടിഞ്ഞു വീണോളൂ. മോളെ പാറു, ഈ അമ്മൂമ്മേ ചെറുതിലെ മേലനങ്ങി ഇഷ്ടം പോലെ പണിയെടുത്തിട്ടുണ്ട്. വിറകിടാനേ വിറക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണിസാധനങ്ങൾ വെക്കാനേ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മൂമ്മയ്ക്ക് ഓലമടയാനറിയാം, വട്ടി ഉണ്ടാക്കാനറിയാം, കുട്ട ഉണ്ടാക്കാനറിയാം. അമ്മൂമ്മയ്ക്ക് അറിയാത്ത ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടാ? பாரு சும்மா பேசாம எங்களை ஹெல்ப் பண்ண பாரு. പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് കാര്യം? பாரு முடிஞ்சா ஹெல்ப் பண்ணு. உனக்கு ஏதா படிக்கணும்னாலோ படம் வரைக்கணும்னாலோ இங்க வந்து வரா, அவ்வளவுதான். ഓ, ഇതൊക്കെ ചെയ്യാൻ അകത്ത് സ്ഥലമില്ലല്ലോ. ഇതിപ്പോ ആരുടെയാ? അമ്മാവോട്. വേറൊന്നും ചെയ്യാനില്ലാത്തോണ്ട് ഇതും ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിച്ചല്ലേ? കൊച്ചേ, ചുരണ്ടി ഇരിക്കാതെ അകത്തങ്ങാണം പോയേ. കനകം, പാല് കാച്ചത് എവിടെ ഇരിപ്പില്ലയോ? இருக்கம்மா. പോയി അതെടുത്ത് കുടിച്ചിട്ട് അവിടെ കാണാൻ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാത്രമേ അമ്മൂമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം നിനക്ക്. ഓടിക്കോണം കേട്ടാ. ഞാൻ കേട്ടാ. நானும் ட்ரை பண்ணி பார்த்தேன் அம்மா. ഞാൻ ഹൗസ് ഓണറിനെ വിളിച്ചു പറയും. ആരെ വിളിച്ചു പറയും? ഹൗസ് ഓണറിനെ വിളിച്ചു പറയുന്ന. എന്താ വിളിച്ചു പറയും? അമ്മുമ്മ വീടിന്റെ മുന്നില് സമരപന്തല് പണിഞ്ഞു വെക്കുന്നെന്ന് പറയും. കൊച്ചിന്റെ ഒരു കാര്യം ഒരു വക മര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിക്കല. കാലാണെങ്കിലും ഒട്ടും വയ്യ. ഞാൻ കേട്ടാ. എവിടെയാടാ നീ? എപ്പോഴാ എന്നെ? ഇവിടത്തെ വിശേഷമല്ലേ വിശേഷം. ഓർക്കുമ്പോ ചിരി വരും. എടാ, നിന്റെ കുഞ്ഞിപ്പെങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലടാ. ഭയങ്കര മേടാണ് അവളെ കൊണ്ട്. ഇവിടെ എല്ലാരായിട്ടും വഴക്ക. ഞാനായിട്ട് വഴക്ക്, അമ്മുമ്മയായിട്ട് വഴക്ക്. ആ കടയുടെ പേരും പറഞ്ഞ് ആ മുറിയുടെ അകത്തിരിപ്പുണ്ട്. അനക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ആന്ന് മുറിയുടെ ചൈനകത്തിരിപ്പാ. ആർക്കും അകത്തേക്ക് കയറാനും വയ്യ, അവളോട്ട് പുറത്തേക്ക് ഇറങ്ങണമില്ല. ചുമ്മാ കറങ്ങി കിടക്കാതെ 8 മണിക്ക് പിന്നെ വീട്ടിൽ കയറിക്കോളാം കേട്ടല്ലോ. ആ ശരി, ഇവിടത്തെ ഇതൊന്ന് ഡീൽ ചെയ്യട്ടെ. ശരിയെന്നാ. കേട്ടോ അങ്ങനെ ഞാനേ പണിക്കാരുടെ കൂടെ നിന്ന് എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. அம்மா, இந்த வயதுல இப்படி எல்லாம் பண்ண முடியறது கடவுளோட புண்ணியம். മക്കളെ, പാറു എന്തി? മുറിയുടെ അകത്ത് എന്റെ അടുത്ത് ഒരു മൂച്ചർ വഴക്കിട്ടിട്ട് കഥ എന്റെ അടുത്ത് പോയിക്കുക. ചേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്ന? കുഴിപ്പുറത്ത് പോയിക്കൂടെയെന്ന്. ആ പറഞ്ഞതിലും കാര്യം ഇല്ലാതില്ല. അമ്മുമ്മേ, லெச்சு, இந்த மூச்சர் வழக்குனா என்ன? ഈ കട്ടയ്ക്ക് നിന്ന് വഴക്കുണ്ടാക്കില്ലേ, അതിനെയാണ് മൂച്ചർ എന്ന് പറയുന്നത്. லெச்சு, பாரு ஒண்ணுமே சாப்பிடல. நான் எவ்வளோ வாட்டி கூப்பிட்டு பார்த்தேன். കഴിക്കണ്ട, വിശക്കുമ്പോ തന്നെ വന്ന് കഴിച്ചോളും. അത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ലല്ലോ. അല്ലെങ്കിൽ ഈയിടെയായിട്ട് പെണ്ണിന് ഇച്ചിരി അഹങ്കാരം കൂടുതല. ആ, എന്നോട് മത്സരിക്കാൻ നിൽക്കുവാ. ഞാൻ അവിടെ ഷെഡ് വെച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവക്ക് കട വെക്കണമെന്ന്. റിസൾട്ട് വരട്ടെ, അപ്പൊ മാർക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എന്തോ വേണോന്ന്. அம்மா, இப்படி எல்லாம் திட்டாதீங்கம்மா. பின்ன அவன் ஒண்ணுமே சாப்பிட மாட்டான். പിന്നെ അത്രയ്ക്ക് വാശി പാടില്ലല്ലോ. ഞാൻ വിളിച്ചു നോക്കാം. കുച്ചിട്ട് അകത്തിരുന്ന് എങ്ങനെ ഞങ്ങൾക്ക് അകത്ത് കയറണ്ടേ? ആത്താരും കേറണ്ട, ആരും എന്നെ വിളിക്കേ വേണ്ട. ദൈവമേ, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാ മതിയായിരുന്നു. பாரு, உனக்கு நான் கோதம்பு கொழுக்கட்டை உண்டாக்கி தரேன் பாரு. சர்க்கரையும் தேங்காய் எல்லாம் வச்சுட்டு வாமா. ഉണ്ടാക്കി അങ്ങ് മധുരയ്ക്ക് കൊണ്ടുപോയിക്കോ.